തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചതായി പരാതി. അപേക്ഷ നൽകിയ പലർക്കും ROC സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതാണ് വോട്ട് നഷ്ടപ്പെടാൻ കാരണം. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് വ്യാപക പരാതികൾ ഉയരുന്നത്. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരുടെ വോട്ട് മറിയുമോ എന്നുള്ള ഭീതിയാണ് സർട്ടിഫിക്കറ്റ് വൈകാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ജനം ബ്രേക്കിംഗ്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, ഒരു അട്ടിമറി സാധ്യത ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായും വിഷ്ണു, EDC എന്ന് പറയുന്നത് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അവരുടെ തന്നെ മണ്ഡലത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അതേ മണ്ഡലത്തിൽ തന്നെ വോട്ടിടാനുള്ള സംവിധാനമാണ് EDC സർട്ടിഫിക്കറ്റിലൂടെ ഈ ഇലക്ഷൻ ഡ്യൂട്ടി ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നത്. പക്ഷേ ROC സർട്ടിഫിക്കറ്റ് വൈകിയത് കാരണം ഇത്തരത്തിൽ അതത് മണ്ഡലങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക്, ഗവൺമെന്റ് സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രധാനമായും തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് വ്യാപകമായി ഇത്തരത്തിൽ EDC വോട്ട് ഉദ്യോഗസ്ഥർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, പൊതുവെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ഇത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരങ്ങളായിരിക്കാം, വികാരങ്ങൾ വോട്ട് മറിയുമെന്നുള്ള ഒരു ആശങ്കയിലായിരിക്കാം ഇത്തരത്തിൽ ഈ ROC സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ROC സർട്ടിഫിക്കറ്റുകൾ വൈകിപ്പിക്കാൻ കാരണമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഏതാണ്ട് 70ഓളം ഉദ്യോഗസ്ഥർക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഈ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലും സമാനമായ രീതിയിൽ തന്നെ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തെക്കൻ ജില്ലകൾ പത്തനംതിട്ട, കൊല്ലം തുടങ്ങിയ ജില്ലകളിലും ഇതേ സമാനമായ രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ROC സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടിയിരുന്ന അവസാന തീയതി. ആ അവസാന തീയതി കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഈ വോട്ടിടാനുള്ള അവകാശം കിട്ടിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലാണ് വ്യാപകമായി ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിട്ടുള്ളത്. പ്രധാനമായും തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ 70ലധികം ആളുകൾ ഇത്തരത്തിൽ വോട്ടിടാൻ കഴിയാതെ, ഒരുപക്ഷെ വോട്ടിടാൻ കഴിയാതെയുള്ള സാഹചര്യത്തിലെത്തിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ 1000ഓളം RRF ഉദ്യോഗസ്ഥർക്ക് വോട്ടിടാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ തന്നെ ഇന്ന് രാവിലെ വാർത്തയാക്കിയിരുന്നതാണ്. അത് ഒരുപക്ഷെ അധികൃതരുടെ അനാസ്ഥ മൂലം ഫോം 12D എന്ന ഫോമിന് പകരം 12D പ്രകാരം ഡേറ്റകൾ ശേഖരിക്കുകയും അവരുടെ ഡേറ്റകൾ മലപ്പുറം ജില്ലയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയും ചെയ്തൊരു സാഹചര്യമായിരുന്നു. 1000ഓളം RRF ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ വോട്ടിടാൻ കഴിയാത്തത്. സമാനമായ രീതിയിൽ തന്നെ 600ഓളം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വോട്ടിടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ പോസ്റ്റൽ വോട്ട് വഴിയായിരുന്നു ഇത്തരത്തിൽ അതത് മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ ജോലിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നത്. ഇത്തവണയാണ് ഇത്തരത്തിലൊരു പരിഷ്കാരം കൊണ്ടുവന്നത്. മനഃപൂർവ്വമാണ് ROC സർട്ടിഫിക്കറ്റുകൾ ROC വൈകിപ്പിക്കുന്നതെന്നാണ് ആരോപണം. സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു ജനവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. ആ വികാരം തന്നെ വോട്ടുകളായി മറ്റ് സ്ഥാനാർത്ഥികൾക്ക് അറിയുമോ എന്നൊരു ആശങ്കയാണ് ഒരുപക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കിടയിലും ഇങ്ങനെയുള്ള ഒരു നടപടി കൊണ്ടുവരാൻ ഇടയായത് എന്നാണ് ആരോപണം. എന്തായാലും നിലവിലിപ്പോൾ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഒരുപക്ഷെ ഉദ്യോഗസ്ഥരുടെ ഇടയിലൊന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. വിഷ്ണു, ടിൻഡു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിലെ അല്ലെങ്കിൽ തെക്കൻ മേഖലകളിലെ മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാതികൾ കൂടുതലായി ഉയരുന്നത്. ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ വോട്ട് മറിക്കാനുള്ള ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമായി തന്നെ ഈ ഒരു നടപടിയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. തീർച്ചയായും വിഷ്ണു, ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വാലറ്റ് ഒഴിവാക്കി വോട്ടിംഗ് ഫെസിലിറ്റേഷനിലൂടെ വോട്ട് ഉറപ്പാക്കുന്നതായിരുന്നു നടപടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫോം 12D എന്ന ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുക. അതിനുശേഷം അവർക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ അവർ ഏത് മണ്ഡലത്തിലാണോ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മണ്ഡലത്തിലെ ബൂത്തിലാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാക്കിയെടുക്കുക എന്നായിരുന്നു. പക്ഷേ ഇത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ കരുതിക്കുട്ടിയാണോ അറിയില്ല, ഇത്തരത്തിൽ ഫോമുകൾ തെറ്റിച്ചുകൊണ്ട് ROC കൊടുക്കാതെ ഈ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ദുരിതത്തിലാക്കുന്ന നടപടി അല്ലെങ്കിൽ ഏറ്റവും ജനാധിപത്യ രാജ്യത്തെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവകാശകരമായ ഒരു കാര്യമാണ് വോട്ടെന്ന് പറയുന്നത്. ആ വോട്ട് ഒരുപക്ഷെ ഈ അധികൃതരുടെ ഇടപെടലോട് കൂടി തന്നെ ആ വോട്ടുകൾ നിഷേധിക്കപ്പെട്ട
അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലം എന്നൊക്കെ പറയുന്നത് ഒരു A ക്ലാസ് മണ്ഡലമാണ്. ശക്തമായ ത്രികോണ മത്സരങ്ങൾ അല്ലെങ്കിൽ ശക്തമായ മത്സരങ്ങളുള്ള മണ്ഡലം. ഒരുപക്ഷെ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ V മുരളീധരനും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരന് വലിയ രീതിയിലുള്ള വോട്ട് ഷെയറുകൾ ഉണ്ടാക്കിയെടുക്കുമെന്ന് തന്നെ നേരത്തെയുള്ള ഈ സർവേകളിലൊക്കെ പുറത്തു വന്നൊരു കാര്യമാണ്. അത് നമ്മൾ നേരത്തെ കൊട്ടിക്കലാശത്തോടു കൂടി കണ്ടതാണ് എന്തുമാത്രം ജനസ്വീകാര്യതയാണ് ഇരു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കണം ഒരുപക്ഷെ അത്തരത്തിലൊരു ആശങ്ക തന്നെയായിരിക്കണം ഈ വോട്ടുകൾ ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഇറർ അല്ലെങ്കിൽ സാങ്കേതികമായിട്ടുള്ള തെറ്റുകൾ പറഞ്ഞുകൊണ്ട് വോട്ടുകൾ മുടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും തെക്കൻ ജില്ലകളിൽ നിന്ന് വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ പരാതികൾ നൽകിയിട്ടുണ്ട്. അധ്യാപക പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പരാതികളാണ് ഉയർന്നത്. എന്തായാലും നിലവിൽ ഇനി ഈ 2024 ലോക്സഭാ ഇലക്ഷന് ഒരുപക്ഷെ ഇത്തരം ആയിരക്കണക്കിലധികം ഉദ്യോഗസ്ഥരാണ് സമാനമായ രീതിയിൽ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ബൂത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും സുരക്ഷാ സേനയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും വനമേഖലയിൽ ജോലി ചെയ്യുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണെങ്കിലും വലിയ രീതിയിൽ ഒരു ആരോപണം ഇതിനോടൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഫോം ഡി പ്രകാരം വോട്ടിടാൻ കഴിഞ്ഞിട്ടില്ല, EDC പ്രകാരം വോട്ടിടാൻ കഴിഞ്ഞിട്ടില്ല, സർട്ടിഫിക്കറ്റ് ROC സർട്ടിഫിക്കറ്റ് വൈകിട്ടുണ്ട് എന്ന പേരിൽ വോട്ടിടാൻ കഴിഞ്ഞില്ല. എന്തായാലും വോട്ടുകൾ ചോരുന്നു അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ ബൂത്തുകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കുള്ള വോട്ടവകാശം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.